മകളെ, ജെറുസലേം 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ ഈശോ കാണുന്നുണ്ട്. നിൻ്റെ മനസ്സിൽ ഉദിക്കുന്നത് കർത്താവ് കാണുന്നുണ്ട്. എന്ത് ലക്ഷ്യം വെച്ച് ഈ പ്രയർ ലൈനിൽ സംവദിക്കുന്നുവോ അത് സാധിപ്പിച്ച് തരാൻ ഈശോ കരനീട്ടി കാത്തു നിൽക്കുകയാണ്. നമ്മൾ എന്ത് വേണം? നീ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വചനം തരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യം. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. എന്താണ് കർത്താവ് പറഞ്ഞത്? എന്തെങ്കിലും ചോദിച്ചാൽ, നിസ്സാരമായ കാര്യമായിക്കൊള്ളട്ടെ, വലിയ കാര്യമായിക്കൊള്ളട്ടെ, എന്ത് ചോദിച്ചാലും അത് കർത്താവ് സാധിപ്പിച്ചു തരും. അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് നമ്മൾ കേട്ടത്. വിശുദ്ധർക്ക് പ്രാർത്ഥന ഒരു ലഹരിയായിരുന്നു. മണിക്കൂറുകളോളം പ്രാർത്ഥനയിൽ അവർ ചെലവഴിക്കുമായിരുന്നു. ദൈവം പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ ഈ പ്രാർത്ഥന മനുഷ്യരിലൂടെയാണ്, പ്രാർത്ഥനാ വേളയിലാണ് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പ്രാർത്ഥിപ്പിക്കാതിരിക്കുക, പ്രാർത്ഥനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുക, വചനം വായിക്കാതിരിക്കുക, വചനത്തിന് തടസ്സം സൃഷ്ടിക്കുക, ഇത് പിശാചിൻ്റെ തന്ത്രമാണത്. പ്രാർത്ഥനയുടെ ശക്തിയും അതിൻ്റെ അനന്ത സാധ്യതകളും തകർക്കാൻ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. മകളെ, സ്ഥിരതയോടെ, തീക്ഷ്ണതയോടെ, വിശ്വാസത്തോടെ എന്ത് കാര്യം ചോദിച്ചാലും കർത്താവ് അത് സാധിപ്പിച്ചു തരും. എൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാണോ നീ പ്രാർത്ഥിക്കുന്നത്? മക്കളുടെ ഭാവിക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? വിവാഹം നടന്നു കിട്ടാൻ വേണ്ടിയാണോ നീ പ്രാർത്ഥിക്കുന്നത്? വിദേശ യാത്ര തടസ്സം മാറാൻ വേണ്ടിയിട്ടാണോ? കടക്കണിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണോ? ഭാര്യ ഭർത്തൃ സംശയങ്ങൾ വിട്ടുപോകാൻ വേണ്ടിയിട്ടാണോ? ഭർത്താവിൻ്റെ മദ്യപാനം, പുകവലി, ലഹരി വസ്തുക്കളിൽ നിന്ന് വിടുതൽ നേടാൻ വേണ്ടിയിട്ടാണോ? അതോ നിന്റെ കുടുംബത്തെ തകർക്കുന്ന രഹസ്യ പാപബന്ധനങ്ങൾക്ക് വേണ്ടിയാണോ? എന്തു തന്നെയാണെങ്കിലും ദൈവമായ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവ് അത് ചെയ്തു തരും. വിശ്വസിക്കുക, വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇതാ നിൻ്റെ വീട്ടിലൂടെ കടന്നു പോവുകയാണ്. ഈ കേട്ട വചനത്തിലൂടെ കടന്നു പോവുകയാണ്. കർത്താവിൽ ആശ്രമിച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ കാണാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതാ യേശു നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ, കുടുംബത്തിൻ്റെ പ്രാർത്ഥനാമുറിയിൽ, തിരുമുറ്റത്ത് വന്ന് പറയുന്നു, എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് സാധിപ്പിച്ചു തരും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.